RV രാമകൃഷ്ണൻ സുരേഷ് ഗോപിയായിട്ട് സംസാരിക്കുമ്പോൾ അത് റിപ്പോർട്ടർ സ്പീക്കർ ഫോണിലിട്ട് അവരത് കേട്ടിരുന്നു എന്നുള്ള ഒരു പ്രചരണം തെറ്റാണെന്നും അത് മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കിയതാണെന്നും ചിലർക്ക് പറയുന്നത് കേട്ടു. ചില മീഡിയ കോണുകളിൽ നിന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും കേട്ടു. എന്നാൽ ഇന്നും ആ വീഡിയോ ലഭ്യമാണ്. ചാനൽ റിപ്പോർട്ടർമാരുടെ മുന്നിൽ നിന്ന് സുരേഷ് ഗോപിയെ വിളിച്ച ശേഷം ഒരു റിപ്പോർട്ടറാണ് അത് സ്പീക്കർ ഫോണിലേക്ക് മാറ്റുന്നത്. എന്നിട്ട് ആ റിപ്പോർട്ടറുടെ മൈക്ക് ആ സ്പീക്കറിനടുത്തേക്ക് കൊണ്ടുവരികയും സംസാരിക്കുകയും, എന്നാൽ സുരേഷ് ഗോപി കുറെ കഴിയുമ്പോൾ അദ്ദേഹത്തോട് ഇത് മറ്റാരും കേൾക്കുന്നില്ലല്ലോ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ വളരെ തിടുക്കപ്പെട്ട് ആ റിപ്പോർട്ടർ ആ സ്പീക്കർ ഫോൺ കണക്ഷൻ ഒഴിവാക്കി RV രാമകൃഷ്ണനെ ഫോൺ ഏൽപ്പിക്കുന്നത് കാണാം. എന്നാൽ ഇത്രയും സമയം സുരേഷ് ഗോപി സംസാരിച്ചിരുന്നത് RV രാമകൃഷ്ണൻ എന്ന കലാകാരനോട് സ്വകാര്യമായാണ്. എന്നാൽ ഇപ്പുറത്ത് RV രാമകൃഷ്ണൻ ചെയ്തത് എന്താണ്? അത് പരസ്യമായി കേൾപ്പിച്ചു. എന്തെങ്കിലും ഒരു സ്വകാര്യം RV രാമകൃഷ്ണന് മാത്രമായി ചെയ്യാൻ സുരേഷ് ഗോപി ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് എങ്ങനെയാണ് അവസാനിക്കുക? ഇത് മാലോകർ മുഴുവൻ ലൈവായി മുഴുവൻ കേൾക്കുകയല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ സുരേഷ് ഗോപിയെ അക്ഷരാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് RV രാമകൃഷ്ണൻ ചെയ്തത്. എന്നിട്ട് ആ കാര്യം പുറത്തേക്ക് വരുമ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ RV രാമകൃഷ്ണനെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു. പലരും അദ്ദേഹത്തിന് അവസരം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാനും 1-2 വീഡിയോകൾ ചെയ്തു. എന്നിട്ടും വീണ്ടും എന്തുകൊണ്ടാണ് ഇത് വെറും ആരോപണമാണ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇത് നുണയല്ല എന്ന് തെളിയിക്കേണ്ടത് ഞാനടക്കമുള്ള യൂട്യൂബേഴ്സിന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആയ വീഡിയോയാണ്, നിങ്ങൾക്ക് കാണാം. അത് RV രാമകൃഷ്ണൻ സുരേഷ് ഗോപി വിളിക്കുന്നതും എന്നിട്ട് ഒരു റിപ്പോർട്ടർ അത് സ്പീക്കർ ഫോൺ മോഡിലേക്ക് ഇടുന്നതും പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ കാണൂ. എന്നിട്ട് പറയൂ, RV രാമകൃഷ്ണൻ ചെയ്തത് ശരിയോ തെറ്റോ? ഇത് നടന്നതാണോ അതോ ഫാബ്രിക്കേറ്റഡ് ആണോ? ഉണ്ട് സ്പീക്കറിനോട് സെക്കൻഡ് എന്തോ ഒറ്റയ്ക്ക് വന്ന് റെക്കോർഡിംഗ് ഇട്ട് എന്റെ ദേവിയുടെ മുമ്പിൽ വന്ന് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും. എന്റെ നവോത്ഥാന പ്രവർത്തനം ഇങ്ങനെയാണ്. പിന്നെ എനിക്ക് സാറിനോടൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു CCRTയുടെ കേന്ദ്ര ഫെലോഷിപ്പ് കുറെ നാളായിട്ട് മുടങ്ങി കിടക്കുകയാണ് കലാകാരന്മാർക്ക്. എനിക്കൊരു സീനിയർ ഫെലോഷിപ്പ് കിട്ടിയിരുന്നു. അപ്പോൾ അതൊരു 6 മാസക്കാലമായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെയും നമുക്ക് അതിന്റെ ഫണ്ട് ഇതുവരെ എത്തിയിട്ടില്ല. കേരളത്തിലെ കുറെ കലാകാരന്മാർക്ക് അത് കിട്ടാനുണ്ട്. അപ്പോൾ ആ CCRTയുടെ ഫെലോഷിപ്പിന്റെ തുക എത്രയും പെട്ടെന്ന് അനുവദിക്കുകയാണെങ്കിൽ വലിയ നന്നായിരുന്നു. പക്ഷേ ഇതിനിപ്പം ഈ മന്ത്രിമാരാരും അവരുടെ ഓഫീസുകളിൽ ഇല്ല. തെരഞ്ഞെടുപ്പ് മന്ത്രിമാർക്ക് അവിടെ പ്രസക്തി കുറഞ്ഞു. ഓ ശരി. ഇലക്ഷൻ കോഡ് വന്നോണ്ട്. ഓ ശരി. അപ്പൊ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് വരട്ടെ, ഞാനത് നോക്കാം. ശരി സാറേ. ഓക്കെ. മറ്റേ പരിപാടി ഓക്കെ സാറേ. പരിപാടി ഇത് എത്രയാവുമെന്ന് എൻ്റെ അടുത്ത് പറ. അത് പറയാം സാറേ. ഇത് എന്നാ ഡേറ്റ് സാറേ? 28 ഈ മാസം. ഓക്കെ സാറേ. ഓക്കെ. നക്ഷത്രം. ശരി കേട്ടോ? ഓക്കെ. കൊല്ലത്ത് ഭരണിക്കാവ് ക്ഷേത്രത്തിലാണ്. ശരി. കൊല്ലം ഭരണിക്കാവ് എന്ന് പറഞ്ഞാൽ ടൗണിലുള്ളതാണ്. അറിയാം. എന്തായാലും സിനിമാ രംഗത്ത് നിന്ന് ചേട്ടന്റെ സുഹൃത്തായിട്ടൊരാള് ചേട്ടൻ പോയി ഇത്രയും വർഷത്തിന് ശേഷം നമുക്കൊരു എന്താ പറയുക, ഒരു കൈചേർക്കൽ ഉണ്ടായാലും വലിയ സന്തോഷം. അല്ല, ഇങ്ങനെ പറ്റൂ. അല്ലാതെ സാമൂഹിക വിമർശനം അതിനുവേണ്ടി ജീവിക്കുന്ന ആൾക്കാർ അവരുടെ കൂടെ അണിനിരക്കാൻ ഒക്കത്തില്ല. കാരണം ഇവരൊക്കെ എപ്പ തിരിഞ്ഞു കുത്തുമെന്ന് പറയാനൊക്കത്തില്ല. ഇത്രയും എന്താ പറയുക, നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഇങ്ങനെ തിരിഞ്ഞു കുത്തുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ വയ്യ. ഇത് ഞാനെന്നൊരു വ്യക്തിക്ക് മാത്രമല്ല, ഒരു വിഭാഗം നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഒരുപാട് കലാകാരന്മാർ ഈ നൃത്തം പഠിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിവേചനം അവരെപ്പോലുള്ളൊരു സീനിയർ അധ്യാപിക പറയുന്നത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാനിത് വേറെ ആരും കേൾക്കുന്നില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ രാമകൃഷ്ണൻ. സാർ. ഓക്കെ.